എൻ്റെ കൂടെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് ഈ നട്ടുച്ച വെയിലത്ത്. അല്ലെങ്കിൽ ഞാൻ ആ സമയത്തിൽ ഇറങ്ങാറുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോകുന്നത് നമ്മുടെ ജ്വല്ലറി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് റെൻ്റൽ ജ്വല്ലറി ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പം ആസ് യൂഷ്വൽ അവളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാൻ തന്നെയാണ്. അപ്പം അതിൻ്റെ കുറച്ച് പരിപാടികളായിട്ട് റെൻ്റൽ ജ്വല്ലറി എടുക്കാനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫ്ലവേഴ്സ് മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. റിസപ്ഷനും കല്യാണത്തിനും വേണ്ടിയുള്ള ഫ്ലവറും. പിന്നെ പുറത്ത് സൂര്യൻ്റെ അതികഠിനമായ ചൂട് കാരണം നല്ലോണം വെള്ളം തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുപ്പിയും വെള്ളമൊക്കെ കൂടെ കൊണ്ടുപോകാറുണ്ട് അവിടെ പോയാൽ. കാരണം അമ്മാതിരി ദാഹമാണ് എനിക്കിപ്പോൾ വെളിയിറങ്ങിക്കഴിഞ്ഞാൽ. ഇപ്പോൾ നല്ല പണ്ട് തൊട്ടേ കൊച്ചിലെ മുതൽ എനിക്ക് അങ്ങനെയാണ്. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് നേരെ അവളുടെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയപ്പോൾ നമ്മളുടെ ബ്രൈഡ് ടു ബി മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി തന്നെയായിരുന്നു കേട്ടോ. +2 എന്തോ കഴിഞ്ഞതേ ഉള്ളൂ, കൊച്ചു കുട്ടിയാണ്. അപ്പോൾ ആൾ വന്ന് മെഹന്തിയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അതൊക്കെ കണ്ട് അപ്പുറത്തെ റൂമിലേക്ക് പോയപ്പോഴത്തേക്ക് അവിടെ കുറച്ചധികം കുട്ടിപ്പട്ടാളങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വരാൻ കാരണം വേറൊന്നുമല്ല, നമ്മൾ റിസപ്ഷന് വേണ്ടി കുറച്ച് ഡാൻസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. പക്ഷേ അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു മെഹന്തിയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടിപ്പട്ടാളം വന്ന് എന്നോട് ചോദിച്ചു, ചേച്ചി മെഹന്തി ഇട്ടുതരുമെന്ന്. പിന്നെ പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ് നമ്മൾ സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ. അങ്ങനെ ഒരു കൈ പിടിച്ചിട്ട് ഞാനും അങ്ങ് ഇട്ട് കൊടുക്കാൻ തുടങ്ങി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ പിള്ളേരല്ലേ, വേറെ ഒന്നും പറയില്ലല്ലോ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഡാൻസ് പ്രാക്ടീസ് തകൃതിയായിട്ട് നടന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഒരു 6:30-7 മണി സമയമായപ്പോഴത്തേക്കും അവളുടെ ബ്രൈഡ് ടു ബി നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. അത്യാവശ്യം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. ആൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. അൺഎക്സ്പെക്റ്റഡ് മീൻസ് അവൾക്ക് അറിയായിരുന്നു, എന്നാലും അവൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അത് പ്രതീക്ഷിച്ചതിനെക്കാട്ടി നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ ബ്രൈഡിൻ്റെ ഹാപ്പിനെസ് ആണല്ലോ നമ്മുടെ ഹാപ്പിനെസ്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് തിരിച്ചു. കാരണം ഒട്ടും സമയമില്ലായിരുന്നു. ഒന്നാമത് ലേറ്റായി. പിന്നെ എനിക്ക് വീട് വരെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കാറൊക്കെ ഡ്രൈവ് ചെയ്തിട്ട് വന്നതാണെന്നല്ല. ഞാൻ 2 വീലറിലാണ് വന്നത്, നേരത്തെ കണ്ടായിരുന്നല്ലോ. രാത്രി ആയതുകൊണ്ട് വേഗം കേക്കൊക്കെ കഴിച്ച് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിറങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.